ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് അഥവാ സ്വത്വ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളിലും സാമ്പത്തിക നേട്ടങ്ങളിലും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിലുമൊക്കെയാണ് പലരും സ്വന്തം വില കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം, ജോലി അല്ലെങ്കിൽ പദവി എന്നിവ നോക്കി അയാളെ അളക്കുന്ന AI, ഗൂഗിൾ ജെമിനി പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്വന്തം രൂപവും ഭാവവും മാറ്റി അവതരിപ്പിക്കുന്ന ഈ ആധുനിക ലോകത്ത് എന്താണ് നമ്മുടെ സ്വത്വം എന്നതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്തുന്നത് നന്നായിരിക്കും. കൺമുൻപിൽ കാണുന്നതാവില്ല ഒരാളുടെ യഥാർത്ഥ സ്വത്വം. അതിനാലാണ് പലപ്പോഴും മനസ്സിൽ വലിയ സ്ഥാനം നൽകി ഉയർത്തി വച്ചിരിക്കുന്ന പല വിഗ്രഹങ്ങളും നിമിഷ നേരം കൊണ്ട് വീണുടഞ്ഞു പോകുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് വെച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം. ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു യേശുവിനെ കുറിച്ച്. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവോ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ മനസ്സിലാക്കൽ. ഇന്നും യേശുവിനെ കുറിച്ച് വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കുന്നവർ ഉണ്ടെന്നതാണ് സത്യം. തങ്ങൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ ഓരോ സംഭവങ്ങളും മുൻനിർത്തിയാണ് ഓരോരുത്തരും യേശുവിനെ മനസ്സിലാക്കിയിരുന്നത്. മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകനെ പോലെയോ അത്ഭുതങ്ങൾ ചെയ്യുകയും ദൈവിക ദൂതുകളെ തങ്ങളോട് അറിയിക്കുകയും ചെയ്ത പ്രവാചകന്മാരിൽ ഒരാളെ പോലെയോ ആവണം അന്നത്തെ ജനങ്ങൾ അവനെ കണ്ടിരുന്നത്. ജനങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള മനസ്സിലാക്കലുകളെ കുറിച്ച് മറുപടി നൽകിയ ശിഷ്യന്മാരോടുള്ള അടുത്ത ചോദ്യം, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നതാണ്. തൻ്റെ സ്വത്വത്തെക്കുറിച്ച് അവർക്കുള്ള ബോധ്യം എന്തെന്ന് അറിയാനാണ് ആ ചോദ്യം. ഒരു നിമിഷം ശിഷ്യന്മാർ നിശബ്ദരായിരുന്നിരിക്കാം. ഇതുവരെയും ചേർത്ത് പിടിച്ച സ്നേഹിതരെന്ന് വിളിച്ച് കൂടെ കൂട്ടിയ ഗുരുവാണ് ചോദിക്കുന്നത്. എന്താണ് മറുപടി പറയുക? ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് എപ്പോഴും എന്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. യഹൂദ പാരമ്പര്യത്തിൽ വളർന്ന വ്യക്തി എന്ന നിലയിൽ തങ്ങളെ വീണ്ടെടുക്കാൻ ദാവീദിന്റെ വംശത്തിൽ നിന്നും വരുന്ന മെശിഹായെക്കുറിച്ച് ശിമോന് അറിവുണ്ടായിരുന്നു എന്ന് കരുതാം. യെശയ്യാ പ്രവാചകൻ മെശിഹായെക്കുറിച്ച് തന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിവയെല്ലാം അവൻ ക്രിസ്തുവിൽ ദർശിച്ചിരിക്കാം. യേശുവിന്റെ അത്ഭുതങ്ങളും അധികാരമുള്ള വാക്കുകളും വ്യക്തിപരമായ അനുഭവങ്ങളുമൊക്കെ പ്രവചന നിവൃത്തി ക്രിസ്തുവിൽ പൂർണ്ണമായി ചേർന്നിരിക്കുന്നുവെന്ന ഉറച്ച ബോധ്യം അവന് നൽകി. തന്റെ മറുപടിയിലൂടെ യേശു കേവലം ഒരു പ്രവാചകനോ ഗുരുവോ അല്ല, മറിച്ച് ലോകം കാത്തിരിക്കുന്ന മശിഹായും സാക്ഷാൽ ദൈവപുത്രനുമാണ് എന്ന് പത്രോസ് പ്രഖ്യാപിക്കുന്നു. ഹ്രസ്വമായതും എന്നാൽ പൂർണ്ണവുമായ ഒരു ഉത്തരമാണ് പത്രോസ് നൽകുന്നത്. അത് യേശുവിന്റെ ദൈവികവും ദൗത്യപരവുമായ സ്വത്വത്തെ ഒരുപോലെ വെളിപ്പെടുത്തുന്നു. ഇതിനുള്ള തന്റെ മറുപടിയിലൂടെ യേശു പത്രോസ് പറഞ്ഞത് തന്റെ യഥാർത്ഥ സ്വത്വമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് വെറും മാനുഷികമായ തിരിച്ചറിവല്ല, മറിച്ച് ദൈവികമായ ഉൾക്കാഴ്ചയാണെന്നും കർത്താവ് പറയുന്നുണ്ട്. യേശു പത്രോസിനെ ഭാഗ്യവാൻ എന്ന് പറയുന്നു. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് സഭയെ പണിയുമെന്ന് മാത്രമല്ല, മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യഹൂദ ജനം മനസ്സിലാക്കിയതിലുപരിയായി ദൈവപുത്രനായി പത്രോസ് ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് നാം കണ്ടു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. ജനം പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഐഹികമായ രാജ്യം സ്ഥാപിക്കുന്ന ഒരാളായിരുന്നില്ല മശിഹ. ക്രൂശിൽ തന്നെത്താൻ ബലിയർപ്പിച്ചുകൊണ്ട് സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ച കർത്താവാണ് അവൻ.
ക്രിസ്തുവിൻ്റെ സ്വത്വമാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് ആധാരം. ഒരേ സമയം ദൈവപുത്രനും മനുഷ്യപുത്രനുമായ യേശു ക്രിസ്തു ഓരോ വിശ്വാസിയുടെയും വ്യക്തിപരമായ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എന്താവും നമ്മുടെ ഉത്തരം? തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പത്രോസ് പറഞ്ഞു, അവൻ ദൈവപുത്രനാണെന്ന്. കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്കവൻ ആരായിരുന്നു എന്ന് ചിന്തിക്കാം. രോഗാവസ്ഥകളിൽ, മരണഭീതിയിൽ, ആപത്തനർത്ഥങ്ങളിൽ, വീഴ്ച താഴ്ചകളിലൊക്കെ നല്ല സഖിയും തുണയുമായിരുന്നില്ലേ? കണ്ണുനീരിനെ തുടച്ച ആണിപ്പഴുതുള്ള ആ കരം അവൻ്റേതല്ലേ? ഏകാന്തതയിലായിരുന്നപ്പോൾ, തളർന്നു പോയപ്പോൾ ആ നെഞ്ചോട് ചേർത്തല്ലേ കർത്താവ് നമ്മെ പിടിച്ചിരുന്നത്? കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ നിന്ന് ശതാധിപൻ പോലും പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം എന്ന്. എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ക്രൂശിതരായ ദൈവപുത്രനാണ് യേശു എന്ന് നമുക്കും ഒന്ന് ഏറ്റുപറയാം. ക്രിസ്തുവിന്റെ സ്വത്വത്തെ തിരിച്ചറിയുമ്പോൾ ഒരു ചോദ്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ ആരാണ്? എൻ്റെ സ്വത്വം അഥവാ ഐഡന്റിറ്റി എന്താണ്? ലോകപരമായി പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഏറെ ഉണ്ടാകാം. എൻ്റെ വിദ്യാഭ്യാസം, കുടുംബ മഹിമ, സ്ഥാനമാനങ്ങൾ, സാമ്പത്തികം, സമൂഹത്തിലെ നിലയും വിലയും, ഇവയൊക്കെയാകാം ലോകം നമ്മുടെ സ്വത്വത്തെ അളക്കുന്ന മാനദണ്ഡം. എന്നാൽ പ്രിയ സ്നേഹിതരെ, യഥാർത്ഥമായും ക്രൂശിതനായ ക്രിസ്തുവിങ്കിലേക്കൊന്ന് നോക്കുമെങ്കിൽ, ദൈവപുത്രനായി ലോകരക്ഷകനായി അവനെ അംഗീകരിക്കുമെങ്കിൽ നമ്മുടെ സ്വത്വവും വെളിവായി വരും. ദൈവസൃഷ്ടിയും സൃഷ്ടിയുടെ മകുടവുമായ എന്നിലെ എന്നെ കാണുവാൻ സാധിക്കും. അതാവണം നമ്മുടെ ഐഡന്റിറ്റി. അത് നാം മനസ്സിലാക്കണമെങ്കിൽ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ആ ക്രൂശിതനിലേക്ക് മിഴികളെ ഉയർത്തി, യേശുവേ, എന്നെ സൃഷ്ടിച്ചവനും എനിക്കായി ജീവനേകിയവനുമായ ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനാണ് അവിടുന്ന് എന്ന് വിശ്വാസപൂർവ്വം ഒന്ന് ഏറ്റുപറയാം. ലോകം വെച്ച് കെട്ടിയ മുഖംമൂടികൾ വലിച്ചെറിഞ്ഞ് യഥാർത്ഥമായി കർത്താവിനെ ഉൾക്കൊണ്ട് സമസൃഷ്ടികളിലും ആ ദൈവീക തേജസ് കണ്ടെത്തുവാൻ പരിശ്രമിക്കാം. തുറന്ന മനസ്സോടെ അവനെ മനസ്സിലാക്കി സ്വയം ദൈവസൃഷ്ടിയാണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, ലജ്ജ കൂടാതെ തിരുസന്നിധിയിൽ നീ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം മണലിന്മേലല്ല പാറമേൽ തന്നെ പണിയപ്പെടും. പ്രതിസന്ധികളിൽ വീണു പോകാത്ത, നരകവാതിലുകൾ ജയിക്കാത്ത അനുഗ്രഹീതമായ ഒരു ജീവിതം നമുക്കും ഉണ്ടാകും. യഥാർത്ഥമായും ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് തിരിച്ചറിയാം. അവനിൽ ഉറച്ചു നിൽക്കാം. ആ പാറമേൽ നമ്മുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യാം. അപ്പോൾ ദൈവിക വെളിപ്പാടുകളാൽ നാമും നിറയപ്പെടും. തിരുവചനം പറയുന്നു, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് സാക്ഷിക്കുവാനും അതിലൂടെ ഞങ്ങളുടെ സ്വത്വത്തെ തിരിച്ചറിയുവാനും കൃപ നൽകണമേ. ആമേൻ.